എന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസമായിരിക്കും ഈ സിനിമ ചെന്നൈ ഷെഡ്യൂളെല്ലാം കംപ്ലീറ്റ് ആവുക. അതിനുശേഷം ഈ സിനിമയുടെ രാജസ്ഥാനിലായിരിക്കും പുതിയ ഷെഡ്യൂളെല്ലാം ആരംഭിക്കുക. അതിനുശേഷം ഈ സിനിമയുടെ മേജർ ലൊക്കേഷനെല്ലാം വരുന്നത് ശ്രീലങ്ക, ഇസ്താംബുളും കൂടിയാണ്. സൂര്യനായകനാവുന്ന ഒരു സയൻസ് ഫിക്ഷൻ സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. അയലൻഡ് സിനിമയുടെ സംവിധായകനായ രവികുമാർ അദ്ദേഹത്തോട് ഒരു കഥ പറഞ്ഞു എന്നാണ് ഇപ്പോൾ സംവിധായകൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ ഈ സിനിമയുടെ ഒരു അനൗൺസ്മെൻ്റ് എല്ലാം പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആയിരിക്കും ഈ സിനിമ നിർമ്മിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദുൽഖർ നായകനാവുന്ന അടുത്തൊരു തെലുങ്ക് ചിത്രമാണ് ലക്കി ഭാസ്കർ എന്ന ചിത്രം. വെങ്കട്ടലൂരി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ പുതിയ ഷെഡ്യൂൾ ഇപ്പോൾ ജനുവരി 17 ഇനി ആരംഭിക്കുക. മീനാക്ഷി ചൗധരിയാണ് ഈ സിനിമയിൽ നായികയായിരുന്നത്. പ്രദീപ് രംഗനാഥൻ ചിത്രം ലവ് ടുഡേ സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നതായ റിപ്പോർട്ടുകൾ. LIC എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും ഈ സിനിമ ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏജസ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഈ സിനിമ നിർമ്മിക്കുക. ഉടൻ തന്നെ ഈ സിനിമയുടെ ഒരു അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ലോകേഷിൻ്റെ സംവിധാനത്തിൽ ശ്രീ, സന്ദീപ് കിഷൻ എന്നിവരെല്ലാം പ്രധാന വേഷത്തിൽ വരുന്ന ഒരു സിനിമ വരുന്നു. മാനഗരം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇവർ വീണ്ടും ഇപ്പോൾ ഒന്നിക്കുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയിൽ ഉരിയടി വിജയം ഒരു പ്രധാന വേഷത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകേഷിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ ജി സ്കോഡ് തന്നെയായിരിക്കും ഈ സിനിമ നിർമ്മിക്കുക. ഉടൻ തന്നെ ഈ സിനിമയുടെ ഒരു അപ്ഡേഷൻസ് എല്ലാം പ്രതീക്ഷിക്കാം. RRR സിനിമയ്ക്ക് ശേഷം രാജമൗലി സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണ് മഹേഷ് ബാബുവിൻ്റെ നായകനായിട്ടുള്ളൊരു സിനിമ. ഈ സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി ഇന്തോനേഷ്യൻ ആക്ട്രസ്സായ എലിസബത്ത് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 പാർട്ടുകളായി വരുന്ന ഈ സിനിമ 1000 കോടിയാണ് ബഡ്ജറ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജയസൂര്യ, മിഥുൻ മേനൽ കൂട്ടുകെട്ടിൽ വളരെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയായിരിക്കുമല്ലോ ആട് 3. സിനിമയെക്കുറിച്ച് സംവിധായകൻ തന്നെ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് തന്നിരിക്കുകയാണ്. സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സ്ക്രിപ്റ്റ് വർക്കെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ സിനിമ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ മിഥുൻ മേനോൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അയലൻഡ് സിനിമയ്ക്ക് ശേഷം ശിവാർത്തി നായകനാണ് അടുത്ത ചിത്രമാണ് SK21. ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ ജനുവരി 26 പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയും ഈ സിനിമയുടെ ഷൂട്ട് 10% പെൻഡിങ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ ഓഗസ്റ്റ് മാസമാണ് ഈ സിനിമ പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഈ സിനിമ ഒരു സ്ട്രോങ് ആയി ഇമോഷണൽ ആക്ഷൻ ഫിലിമാണെന്നാണ് റിപ്പോർട്ട്.